ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു വോളറ്റൈലായിട്ടുള്ളൊരു ട്രേഡിംഗ് സെഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 14,241 അടുത്ത് ഓപ്പണായ മാർക്കറ്റ് ഏകദേശം 53 പോയിൻറ്റ്സിന് മുകളിൽ ഡൗൺ ആയിട്ട് 14,146.25 ഇന്ന് ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 263 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു ഡിക്ലൈൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 75 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു ഗെയിനും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ പവർ ഗ്രിഡ്, ഹിൻഡാൽകോ, ഗെയിൽ, ശ്രീ സിമെൻസ്, എയർടെൽ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. സെക്ടറൽ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ, റിയാലിറ്റി ഇവരായിരുന്നു ടോപ്പ് പെർഫോമറായിട്ട് നിന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു, തിങ്കളാഴ്ച മെറ്റലൊക്കെ ഒരു ഡിക്ലൈനിൽ ഒരു അപ് ട്രെൻഡിൽ പോയതിന് ശേഷം ഇന്നലെ മെറ്റൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, വീണ്ടും ഇന്ന് മെറ്റലിൽ ഒരു തിരിച്ചുവരവ് കാഴ്ചവെച്ചിരിക്കുന്നു. ഇങ്ങനെ മാറി മാറിയുള്ള ഒരു റാലിയാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കണ്ടുവരുന്നത്. അപ്പോൾ IT-യും അതുപോലെ FMCG-യും ഇന്ന് നല്ലൊരു ഡിക്ലൈനിൽ പോവുകയും ചെയ്തു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേ മാർക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ മാർക്കറ്റ് കുറച്ച് കൂടുതൽ എക്സ്പെൻസീവായി മാറി എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ, അതായത് മാർക്കറ്റിൽ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ വീണ്ടും സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു പാറ്റേൺ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു പാറ്റേണിൻ്റെ ഹൈ, അതായത് ഏകദേശം 14,240 മുകളിൽ 50 മുകളിലൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാലേ നമ്മൾക്ക് അടുത്ത ഒരു റാലിക്കുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇപ്പോൾ ഈ ഒരു ലെവലുകൾ നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലുകളായിട്ട് ഇപ്പോൾ നിഫ്റ്റിക്ക് നിലനിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഏകദേശം 14,040 ആ ഒരു റേഞ്ചുകൾ ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും നിഫ്റ്റിക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് 13,950 നല്ലൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണുകളായിട്ട് ഇപ്പോൾ നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലുകൾ 13,950, 14,000 ഈ ഒരു റേഞ്ചുകൾ ഹോൾഡ് ചെയ്യുന്നിടത്തോളം നിഫ്റ്റിയിൽ നമ്മൾക്ക് ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ മോഡ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ വരുന്ന ഓരോ ഡിക്ലൈനുകളും ഒരു അടുത്തൊരു പർച്ചേസിനായിട്ട്, അടുത്തൊരു റാലിക്കുള്ളൊരു സാധ്യതകൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല, ഈ ഒരു 13,950 ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ മാത്രം നമ്മൾക്കൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ചുള്ളത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസംബർ മന്തിൻ്റെ സർവീസ് PMI ഡാറ്റ വീണ്ടും പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നവംബർ മാസത്തെ അപേക്ഷിച്ച് ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് സർവീസ് PMIയിൽ. നവംബറിൽ അത് 53.7 ആയിരുന്നുവെങ്കിൽ ഡിസംബർ ആയപ്പോഴത്തേക്കും അത് 52.3 ചുരുങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും 50 മുകളിൽ നിൽക്കുന്നിടത്തോളം അത് സർവീസ് PMI ഒക്കെ നല്ലൊരു വാല്യൂ ആണ് എന്ന രീതിയിലാണ് അനലിസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട വാർത്ത, പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പക്ഷിപ്പനിയൊക്കെ വ്യാപിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അതേ തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ പൗൾട്രി പ്രൊഡക്റ്റ് സപ്ലയറൊക്കെ ആയ വെങ്കീസ് ഇവരുടെയൊക്കെ സ്റ്റോക്ക് ഒരു ഡിക്ലൈനിലേക്ക് ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഡൗൺ സൈഡിലേക്കായിരുന്നു ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കൺസോളിഡേഷന് ശേഷം നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ ഇന്നലെ പ്ലോട്ടായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് വരുമ്പോൾ വീണ്ടും ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ അടുത്തൊരു റാലി കൺഫർമേഷൻ ആയിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് പോസിറ്റീവിൽ തന്നെ നിലനിൽക്കുന്നു. ഏകദേശം ഈ ഒരു 31,500 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നിടത്തോളം നമ്മൾക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഒരു അപ് റാലിക്കുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കത് മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇന്നത്തെ ഒരു ഡോജിയുടെ ഹൈ ഏകദേശം 31,988 മുകളിലൊക്കെ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത റാലികൾ നമ്മൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഈ ഒരു ലെവലുകൾ 31,500 ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു സപ്പോർട്ട് സോണുകളായിട്ട് നിലനിൽക്കുന്നത്. അതിൽ നിന്നും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഡൗൺ സൈഡും ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ, US മാർക്കറ്റിൽ US ഫീച്ചേഴ്സൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഒരു മിക്സഡ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് US മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. യൂറോപ്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡാണ്. SGX നിഫ്റ്റി 11 പോയിൻറ്റ്സിന് മുകളിൽ അപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഇന്നലെ ഒരു വർധനവൊക്കെ ഉണ്ടായിരുന്നു. അത് സൗദി അറേബ്യ ഓയിലിൻ്റെ ഔട്ട്പുട്ടിലൊക്കെ വീണ്ടും ഒരു കട്ട് വരുത്താൻ എനിക്ക് സമ്മതിച്ചു എന്ന രീതിയിലൊരു ന്യൂസിനെ തുടർന്നായിരുന്നു ഒരു അപ് ട്രെൻഡ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 11 മന്ത് ഹൈയിലൊക്കെ പോയി എന്ന രീതിയിലാണ് ന്യൂസുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. രൂപയുടെ മൂല്യം ഡോളറിൻ്റെ അഗേൻസ്റ്റായിട്ട് ചെറിയൊരു ഗെയിൻ ഇന്ന് കാഴ്ചവെച്ചു. 73.1 ഇന്ന് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്.
ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയാണ്. FIIൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം അവരുടെ ഭാഗത്ത് നിന്ന് ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. 483 കോടിയുടെ മുകളിലുള്ള ഒരു നെറ്റ് വിത്ഡ്രോവൽ അവരുടെ ഭാഗത്തു നിന്നും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും വിത്ഡ്രോവൽ തുടരുകയാണ്. 380 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേഷൻ ഒക്കെ കുറവാണ് എങ്കിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും പയ്യെ ഒരു സെല്ലിംഗ് മോഡിലേക്ക് തിരിഞ്ഞതായിട്ട് കാണുന്നു. എന്നിരുന്നാലും നമുക്ക് വരുന്ന ദിവസങ്ങളിലും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നാളെ നമ്മൾക്ക് മാർക്കറ്റിൽ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു സൂചനകൾ അതാണ് തരുന്നത്. അപ്പോൾ അത്രയൊരു സപ്പോർട്ടീവായിട്ടുള്ള ഡാറ്റകളൊന്നും അങ്ങനെ ഇല്ല. എന്നിരുന്നാലും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതേ തുടർന്നായിരിക്കും നമുക്ക് ഏകദേശം ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. ഇനി അടുത്തതായിട്ട് സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പിൽ ഹിന്ദുസ്ഥാൻ സിങ്ക്, ശ്രീറാം ട്രാൻസ്പോർട്ട് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഒരു അപ് ട്രെൻഡ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിലും ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ഉണ്ടായിരുന്നു. SBI കാർഡ്സും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്രേക്ക് ഔട്ട് സോണിൻ്റെ അടുത്തായിരുന്നു എന്നുള്ളത്. ഇപ്പം നല്ലൊരു ബ്രേക്ക് ഔട്ടുകൾ ആ ഒരു സ്റ്റോക്കിൽ നടന്നു. നല്ലൊരു അപ് ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പവർ ഗ്രിഡും അവർ സപ്പോർട്ട് സോണിനൊക്കെ അടുത്ത് വരെ പോയതിന് ശേഷം ഇന്ന് വല്ലാത്തൊരു തിരിച്ചുവരവായിരുന്നു പവർ ഗ്രിഡിലും കാണാനുണ്ടായിരുന്നത്. IDFC ഫസ്റ്റ് ബാങ്കും തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അവരുടെ Q3 അപ്ഡേറ്റുകൾ വന്നതിനെ തുടർന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ തുടർന്നാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇന്ന് നല്ലൊരു മൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള സ്റ്റോക്കുകളും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അനാലിസിസ് നടത്തുക. നാളത്തേക്ക് ഒരു ട്രേഡിങ്ങിലുള്ള സ്റ്റോക്കുകൾ ഈ ഒരു ലാർജ് ക്യാപ്പിൽ നിന്നും ഇങ്ങനെ നല്ല വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അനാലിസിസിനായിട്ട് പിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ ആദ്യമേ തന്നെ LIC ഹൗസിംഗ് ഫിനാൻസ്. ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടുകൾ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ഇന്ന് വീണ്ടും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾഡിംഗ് തുടരാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത എൻട്രികൾ ഈ ഒരു ഹൈയിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം എടുക്കുന്നത് ശ്രദ്ധിക്കുക. റാലിസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീവിയസ് ഹൈയുടെ അടുത്താണ് ഇന്ന് ട്രേഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടുകൾ നാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 299 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ അടുത്ത എൻട്രികൾക്കുള്ള സാധ്യതകൾ നമ്മൾക്ക് റാലിസിൽ പ്രതീക്ഷിക്കാം. ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ബ്രേക്ക് ഔട്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ഇന്നും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ ഈ ഒരു കാഴ്ചവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരും ദിവസങ്ങളിലും ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. SBI കാർഡ്സിൻ്റെ ചാർട്ടും നിങ്ങൾക്ക് ഒന്ന് അനാലിസിസിനായിട്ട് വിട്ടു തരുന്നു. കഴിഞ്ഞ ഒരു കൺസോളിഡേഷനൊക്കെ ശേഷം നല്ല ബുള്ളിഷ് സിഗ്നൽ നല്ല ബൈയിങ് പ്രഷറാണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നത്. ഹിന്ദുസ്ഥാൻ സിംഗും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു കൺസോളിഡേഷന് ശേഷം നല്ലൊരു ബുള്ളിഷ് മൂവുകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഹൈയിൽ നിന്നുള്ളൊരു ബ്രേക്ക് ഔട്ടുകൾ വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. RSI ഇൻഡിക്കേറ്റർ ഡീപ്പായിട്ടുള്ള ഓവർബോട്ട് റീജിയനിലാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ബാറ്റ ഇന്ത്യ. ബാറ്റ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഇന്നൊരു ബ്രേക്ക് ഔട്ടുകൾ വന്നിട്ടുണ്ട്, ബുള്ളിഷ് ബ്രേക്ക് ഔട്ടുകൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കും നിങ്ങൾക്ക് അനാലിസിസിനായിട്ട് വിട്ടുതരുന്നു. തീർച്ചയായിട്ടും നാളെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ബർജർ പെയിൻസ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ബുള്ളിഷ് മൂവുകൾക്ക് ശേഷം ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബിയറിഷ് റിവേഴ്സലിനൊരു സൂചനകൾ തന്നിട്ടുണ്ട്, കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഏകദേശം 770 താഴേക്ക് വീണ്ടും ബ്രേക്ക് ഔട്ടുകൾ നടക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത എൻട്രികൾ തീർച്ചയായിട്ടും നമുക്ക് ഏകദേശം 798 മുകളിലേക്ക് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ പോയാൽ മാത്രം എൻട്രികൾ കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഏഷ്യർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2725 റേഞ്ചുകൾ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു റിവേഴ്സലിനുള്ള സൂചനകളാണ്. ക്യാൻഡലിൻ്റെ ലോയിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അമരരാജ ബാറ്ററീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ഇൻഡിസിസീവ് പാറ്റേൺ, ഈ സ്പിന്നിങ് ടോപ്പ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എൻട്രികൾ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കുറേ പോസിറ്റീവ് ന്യൂസുകളുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഫോം ചെയ്ത ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒന്ന് വാച്ച് ചെയ്യുക. നമുക്കൊരു റിവേഴ്സലിനൊരു സൂചനകളാണ് ഈ ഒരു പാറ്റേൺ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ റൗർക്കേല സ്റ്റീൽ പ്ലാന്റിൽ ഒരു ഗ്യാസ് ലീക്കിന് ഉണ്ടായതിനെ തുടർന്ന് 4 കോൺട്രാക്ട് വർക്കേഴ്സ് മരിച്ചതായിട്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസാണ് അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാസ് ലീക്കേജിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവരൊരു കമ്മിറ്റി രൂപീകരിച്ചു എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തൊരു ടുബാക്കോ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ITC, ഗോഡ്ഫ്രേ ഫിലിപ്പ്, അതുപോലെ തന്നെ VST ഇൻഡസ്ട്രീസ്, ഇവർക്കൊരു നെഗറ്റീവ് ന്യൂസായിട്ട് വന്നത്
ഇന്ത്യൻ ഗവൺമെൻറ് ഒരു പുതിയതായിട്ടൊരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നു. അതായത് ടുബാക്കോ അതുപോലെ തന്നെ സിഗരറ്റ് ഈ ഒരു ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള ലീഗൽ ഏജ് അത് 18 വയസ്സിൽ നിന്നും 21 വയസ്സായിട്ട് ഉയർത്താൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ ബിൽ രൂപീകരിക്കുന്നു. അതുമാത്രമല്ല ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ദൂരപരിധി, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ പരിധിക്കുള്ളിൽ ഇങ്ങനത്തെ ഒരു പുകയിലോൽപ്പന്നങ്ങളൊന്നും വിൽക്കാൻ പാടില്ല എന്ന രീതിയിലുള്ളൊരു ഇങ്ങനത്തെ ഒരു നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് രൂപീകരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് ആയിരുന്നു ഇവർക്ക് നല്ലൊരു ഡിക്ലൈൻ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ BEMLനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 758 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹൈ മൊബിലിറ്റി വെഹിക്കിൾ ഇന്ത്യൻ ആർമിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഓർഡറുകൾ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ഒരു BEMLനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഏകദേശം 26% സ്റ്റേക്ക് വിൽക്കാനായിട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇവർക്ക് കഴിഞ്ഞ മാസം കുറേ അപ്പ് മൂവുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തിട്ട് ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും ഏകദേശം 632 കോടിക്ക് മുകളിൽ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവരുടെ ഈ ഒരു ഇതുവരെയുള്ളൊരു കറണ്ട് ഓർഡർ ബുക്കിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ 8100 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഇവർ വിൻ ചെയ്തതായിട്ടാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസൺ, അതായത് ദസറ ദീപാവലി സീസണിൽ നമ്മൾ കണ്ടതായിരുന്നു അവർക്ക് സെയിൽസിലൊക്കെ ഒരു തിരിച്ചുവരവ് ഉണ്ടായി എന്നുള്ളത്. 15% ഒരു തിരിച്ചുവരവ് അവർക്കുണ്ടായിരുന്നു സെയിൽസിലൊക്കെ. അപ്പോൾ ആ ഒരു സെയിൽസ് സീസൺ കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ഒരു 15% മുകളിലുള്ളൊരു ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്ന രീതിയിലാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെഡ്ഡിങ് ഡിമാൻഡുകളിലൊക്കെയാണ് ഇവർക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഗ്രോത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ജ്വല്ലറി ബിസിനസ്സാണ് അവരുടെ റവന്യൂവിൽ 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് എയർടെലിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു AGR ഫീസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം 43,989 കോടി പേ ചെയ്യാനുണ്ടായിരുന്നു. അതിലവർ ഏകദേശം 18,000 കോടിക്ക് മുകളിൽ പേ ചെയ്തിട്ടുണ്ട്. ബാക്കി റിമൈനിങ് ആയിട്ട് ഇപ്പോൾ ഏകദേശം 25,000 കോടിക്ക് മുകളിൽ റിമൈനിങ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഇവർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിധി വന്നതിനെ തുടർന്ന്, ആ ഒരു പേ ചെയ്യാനുള്ള വിധി വന്നതിനെ തുടർന്ന് വീണ്ടും അവർ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഈ ഒരു ഇപ്പോൾ പേ ചെയ്യാനുള്ളൊരു എമൗണ്ട്, ഇവർക്ക് ഇനി പേ ചെയ്യാനുള്ള ഡ്യൂ എമൗണ്ടൊക്കെ അതിലൊരു കുറവ് വരുത്തണം. കാരണം ആ ഒരു ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം അവർ DOT കാൽക്കുലേറ്റ് ചെയ്ത ഒരു എമൗണ്ട് തെറ്റാണ്. ഇപ്പോൾ ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് ലൈസൻസ് ഫീക്ക് മാത്രമുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു 43,000 കോടിക്കകത്ത് ലൈസൻസ് ഫീ മാത്രമല്ല സ്പെക്ട്രം ചാർജസും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്പെക്ട്രം ചാർജ് കുറച്ചുകൊണ്ടുള്ള സ്പെക്ട്രം ചാർജ് മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു കാൽക്കുലേഷൻ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേയ്മെൻറ്റ് ഡ്യൂവിൽ കുറവുകൾ വരുത്തണം എന്ന രീതിയിലൊരു പെറ്റീഷനുമായിട്ടാണ് ഇവരിപ്പം സുപ്രീം കോടതിയിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു മാരുതിയെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയൊരു ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അതായത് വണ്ടികളുടെ സബ്സ്ക്രിപ്ഷനായിട്ട് വണ്ടി നമ്മൾ വാങ്ങുന്നതിന് പകരം വണ്ടി 24 മാസം, 36 മാസം, 48 മാസം എന്ന രീതിയിൽ കസ്റ്റമേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും എസ്ക്രോസ്, വാഗണർ, ഇഗ്നിസ് ഈ ഒരു വണ്ടികൾക്കാണ് അവരിങ്ങനത്തെ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് 24 മാസം, 36 മാസം, 48 മാസത്തേക്ക് ഒരു എമൗണ്ട് പേ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം എന്ന രീതിയിലുള്ളൊരു ബിസിനസ്സുമായിട്ട് അവർ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സൊക്കെ എങ്ങനെ ഗ്രോത്ത് കൊടുക്കുന്നു എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഹ്യുണ്ടായി മോട്ടോഴ്സുമായിട്ട് അവർ ഒരു ടൈപ്പിലേക്ക് വന്നിട്ടുണ്ട്, അതായത് റീറ്റെയിൽ ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട്. ഇനി സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനുവരി 12 മുതൽ 21 പുതിയ ഡൊമസ്റ്റിക് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള അനുമതി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് കണ്ട ന്യൂസ് ആയിരുന്നു അവർ പല കമ്പനികളുമായിട്ടും MOU സൈൻ ചെയ്തതായിട്ട്, ധാരണാപത്രം സൈൻ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വാക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട്. അപ്പോൾ ഇവരുടെ ഒരു കാർഗോ യൂണിറ്റായ സ്പൈസ് എക്സ്പ്രസ് വഴിയാണ് ഇവർ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന രീതിയിലും അവരുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ Q3 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഡെപ്പോസിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 41% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വർഷക്കണക്കിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 11% ഗ്രോത്ത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 11% ഗ്രോത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ ഡെപ്പോസിറ്റ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 100% വർധനവ്
ഇയർ ഓൺ ഇയറിൽ ഉണ്ടായതായിട്ടും കാണിച്ചിരിക്കുന്നു. ഇനി ഹീറോ മോട്ടോർ കോർപ്പിലേക്ക് വരുമ്പോൾ അവർ LIC അവരുടെ സ്റ്റേക്ക് വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 7.1% നിന്ന് 9.1% LIC ഹീറോ മോട്ടോർ കോർപ്പിൽ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം RBIൻ്റെ ഭാഗത്തു നിന്നും അവർക്കൊരു 2.5 കോടിയുടെ ഒരു ഫൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ബജാജ് ഫിനാൻസിനെതിരായിട്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ കാണിച്ചിരിക്കുന്നത് അവർ ഈ ഒരു ലോൺ വാങ്ങിയ ആൾക്കാരുടെ ഭാഗത്തു നിന്നും തിരിച്ചു പിടിക്കാനായിട്ട് വളരെ പ്രഷർ ചെയ്ത് വാങ്ങാനുള്ള രീതിയിലുള്ള മൂവുകൾ നടത്തുന്നു. അതുമാത്രമല്ല അവരുടെ RBIയുടെ ജനറൽ ഗൈഡ് ലൈൻ അതൊക്കെ അവർ വയലേറ്റ് ചെയ്തു എന്നുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പിഴ അവർക്കെതിരായിട്ട് കൊടുത്തിരിക്കുന്നത്, ബജാജ് ഫിനാൻസിനെതിരായിട്ട്. ഇവർക്കൊരു നെഗറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ കണ്ട വേറൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഹോം സെയിൽസിൽ, ഇന്ത്യയിലുള്ള ഹോം സെയിൽസിൽ ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഹോം സെയിൽസിൽ നല്ലൊരു തിരിച്ചുവരവുണ്ടായി. പ്രധാനമായിട്ടും കോയമ്പത്തൂർ, അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള സിറ്റീസിലെല്ലാം കൊറോണയ്ക്ക് മുമ്പുള്ള ലെവലിലേക്ക് ഹോം സെയിൽസ് തിരിച്ചെത്തി എന്ന രീതിയിലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഡൽഹി NCR റീജിയനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 50% കുറവാണ് ഹോം സെയിൽസ് എന്ന രീതിയിലും ഒരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ റീറ്റെയിൽ സെക്ഷനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ന്യൂസും നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ന്യൂസുകളൊക്കെ നിങ്ങളുടെ അനാലിസിനായിട്ട് ഉപയോഗിക്കുക. പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം എൻട്രികൾ എടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ എൻ്റെ സംസാരത്തിൽ കുറച്ച് സ്പീഡ് കൂടുന്നു എന്ന രീതിയിലൊരു കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകളും തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.